നമസ്കാരം. കണ്ടാൽ വെറും ഒരു കിളവൻ, ഒരടി കൊടുത്താൽ താഴെ വീഴാൻ മാത്രം ആരോഗ്യമുള്ളവൻ. ചെന്താമര എന്ന കൊടും ക്രിമിനലിനെ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ ആദ്യമായി കണ്ടപ്പോൾ പലരും പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഒരാളുടെ പുറമെയുള്ള കാഴ്ചയല്ല അയാളുടെ സ്വഭാവത്തെ നിർവചിക്കുകയെന്ന് പറയും പോലെയാണ് ചെന്താമരയുടെ കാര്യങ്ങൾ. ഒന്നല്ല 3 കൊലപാതകങ്ങളാണ് ഈ കൊടും ക്രിമിനൽ നടത്തിയത്, അതും ക്രൂരമായി. എന്നിട്ടും അയാൾക്ക് ഈ നിമിഷം വരെ യാതൊരു കൂസലുമില്ല. ആ കൊടും ക്രിമിനലിന് തൂക്കേറ് വിധിച്ചപ്പോൾ കേരളം ഒന്നടങ്കം പറയുന്നു ഇത് അർഹിക്കുന്ന ശിക്ഷ. ഈ കൊടും കുറ്റവാളിക്ക് പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് നൽകിയ കൊലക്കയർ വിധി നീതിബോധം നിറയ്ക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിലും തെളിവെടുപ്പ് സമയത്തും പ്രതി കാട്ടിയ അഹങ്കാരവും കൂസലില്ലായ്മയും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഭീതിയായി അവശേഷിക്കുന്നുണ്ട്. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയ ശക്തമായ ഇടപെടലുകൾ വരും ദിവസങ്ങളിൽ ഉയർന്ന കോടതികളിലെ അപ്പീൽ ഘട്ടത്തിലും സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പൊതുവികാരം. 2025 ജനുവരി 27 രാവിലെയാണ് കേരളത്തെ ഞെട്ടിച്ച ആ ദുരന്തം നടന്നത്. എളവഞ്ചേരിയിലെ കടയിൽ നിന്ന് മുൻകൂട്ടി വാങ്ങി സൂക്ഷിച്ച മാരകായുധമായ കൊടുവാളുമായി എത്തിയ ചെന്താമര സുധാകരന്റെ വീടിന് മുന്നിലെത്തുകയും അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. സുധാകരന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ 75-കാരിയായ അമ്മ ലക്ഷ്മിയെയും ഇയാൾ അതേ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവൻ അപഹരിച്ചത് ചെന്താമരയുടെ കടുത്ത സംശയരോഗവും അന്ധവിശ്വാസവുമായിരുന്നു. അയൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നതെന്നും ഇയാളുടെ സംശയരോഗത്തിലും അന്ധവിശ്വാസത്തിലും മനമടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയതെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ചെന്താമര കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിനുമേൽ കെട്ടിവെക്കുകയായിരുന്നു. ഈ സംശയത്തിന്റെ ബാക്കിയായിരുന്നു 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊന്നത്. ഭാര്യയും മക്കളും വീട് വിട്ടുപോകാൻ കാരണം സജിതയും കുടുംബവും നടത്തിയ ദുർമന്ത്രവാദമാണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് ചെന്താമര സജിതയുടെ കൊലപാതകത്തിന് ശേഷം പോലീസിന് മൊഴി നൽകിയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്ന് ജോത്സ്യൻ പറഞ്ഞിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. സജിതയുടെ കൊലപാതകം നടന്ന ദിവസം സുധാകരൻ തിരുപ്പൂരിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നതിനാൽ നാട്ടിലുണ്ടായിരുന്നില്ല. കുട്ടികൾ സ്കൂളിലുമായിരുന്നു. വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറിയാണ് സജിതയെ ഇയാൾ വെട്ടിയത്. കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പോലീസ് പരിശോധനയിൽ പിടികൂടി. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോൾ സെപ്റ്റംബർ 3 ഇയാൾ പിടിയിലായത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് ഇയാൾ ബാക്കി 2 കൊലപാതകം നടത്തിയത്. ഇയാളുടെ രീതികളും നീക്കങ്ങളും ഒക്കെ വളരെയധികം നിഗൂഢമായിരുന്നു. സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് ഭർത്താവിനെയും അമ്മയും വകവരുത്തിയത്. മറ്റയൽക്കാർക്കും ചെന്താമര ഭീഷണി ഉയർത്തിയിരുന്നു. തന്റെ കുടുംബം തകരാൻ അയൽവക്കത്തെ മറ്റു പല സ്ത്രീകളും കാരണക്കാരായെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു. അയൽക്കാരായ വേറെ 2 സ്ത്രീകളെയും ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും വിവരമുണ്ട്. ചെന്താമരയെ ഭയന്നായിരുന്നു ജീവിച്ചിരുന്നതെന്നും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടതായും പല അയൽക്കാരും വെളിപ്പെടുത്തി. കേസിന് തെളിവെടുപ്പ് സമയത്ത് പോത്തുണ്ടി തിരുത്തൻപാടം ബോയിൻ കോളനിയിൽ പ്രതിയെ എത്തിച്ചപ്പോൾ തികച്ചും സങ്കോചിതമില്ലാത്ത പെരുമാറ്റമായിരുന്നു ഇയാളുടേത്. തെളിവെടുപ്പിനിടെ അയൽവാസിയായ പുഷ്പയെ കണ്ടപ്പോൾ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രമായ പുഷ്പ 2 നടൻ അല്ലു അർജുൻ കാണിക്കുന്ന കഴുത്തറക്കുന്ന തരത്തിലുള്ള ആംഗ്യമാണ് ഇയാൾ കാട്ടിയത്. തന്നെ വകവരുത്തുമെന്ന രീതിയിൽ ചെന്താമര ആംഗ്യം കാണിച്ചതായി പുഷ്പ ഭീതിയോടെ വെളിപ്പെടുത്തിയിരുന്നു. തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായ പുഷ്പയെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായും അത് നടക്കാത്തതിൽ മാത്രമാണ് തനിക്ക് നിരാശയെന്നുമായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. സുധാകരനെ മാത്രമാണ് കൊല്ലാൻ ഉദ്ദേശിച്ചത്. എന്നാൽ നിലവിളിച്ചോടി വന്നപ്പോൾ ലക്ഷ്മിയെ പൂശിക്കളഞ്ഞു എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ശബ്ദം പോലും ഇടറാതെ ഇയാൾ നൽകിയ മൊഴി. ലക്ഷ്യം കൃത്യമായി നിറവേറ്റിയ ഒരു പടയാളിയെ പോലെയാണ് പ്രതി തെളിവെടുപ്പിൽ സംസാരിച്ചത്. താൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം സുധാകരന്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഇയാൾ കോടതിയിൽ നാടകം കളിച്ചെങ്കിലും ഇത് പ്രതിക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ലെന്ന് തെളിയിക്കാനുള്ള തന്ത്രം മാത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇരട്ടക്കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മാട്ടായി വനമേഖലയിലേക്ക് കടന്നു കളഞ്ഞ പ്രതിയെ പിടികൂടാൻ പോലീസ് വലിയൊരു തന്ത്രമായിരുന്നു അന്ന് പ്രയോഗിച്ചത്. പ്രതിക്കായി വനത്തിനുള്ളിൽ ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസ് സംഘം തിരച്ചിൽ അവസാനിപ്പിച്ച് പൂർണ്ണമായി മടങ്ങിയ തരത്തിൽ ഒരു വ്യാജ പ്രതീതി സൃഷ്ടിച്ചു. എന്നാൽ പോലീസ് യഥാർത്ഥത്തിൽ അന്ന് പിൻവാങ്ങിയിരുന്നില്ല. വനത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വഴികളിലെല്ലാം ഈ 2 പോലീസുകാർ വീതമുള്ള രഹസ്യ സംഘങ്ങളെ അന്ന് പോലീസ് വിന്യസിച്ചിരുന്നു. വനത്തിനുള്ളിൽ നിന്നും മംഗലം ഡാമിലേക്കും പ്രതിയുടെ വീടിന്റെ പിൻഭാഗത്തേക്ക് നീളുന്ന വഴികളിലാണ് പോലീസ് കാവൽ നിന്നത്. എല്ലാവരും പോയെന്ന് കരുതി ഒളിയിടത്തിൽ കഴിഞ്ഞിരുന്ന ചെന്താമര ഒടുവിൽ പോലീസിന്റെ കൃത്യമായ വലയ്ക്കുള്ളിലേക്ക് നടന്നു വരികയായിരുന്നു. പോത്തുണ്ടി മലമുകളിൽ 35 മണിക്കൂറോളമാണ് കൊലയാളി അന്ന് ഒളിച്ചു താമസിച്ചത്. എന്നാൽ കടുത്ത വിശപ്പ് സഹിക്കാൻ വയ്യാതായതോടെയാണ് ഇയാൾ ഒടുവിൽ മലയിറങ്ങി സ്വന്തം വീടിന്റെ പിൻവശത്തുള്ള വഴിയിലൂടെ ജനവാസ മേഖലയിലേക്ക് നടന്നു വന്നത്. ഈ സമയം ഒളിച്ചിരുന്ന പോലീസുകാർ ഇയാളെ വളഞ്ഞു പിടിക്കുകയായിരുന്നു.
വിശപ്പിന്റെ വിളി കാരണം പ്രതി പുറത്തു ചാടിയ ഈ തന്ത്രപരമായ നീക്കമാണ് പോലീസിന് തുണയായത്. സമാനമായ രീതിയിലാണ് 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോലീസിന്റെ പിടിയിലായത്. അന്നും കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാൾ ആഹാരം കഴിക്കാനായി ജനവാസ കേന്ദ്രത്തിലേക്കും ഇറങ്ങി വരവെയാണ് പിടിയിലായത്. ആ കേസിൽ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിട്ടും ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യവ്യവസ്ഥകൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് നെന്മാറ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കുകയും തുടർന്ന് സുധാകരനെയും അമ്മയും വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര അവിടെ ജോലി ചെയ്തതിൽ നിന്ന് ലഭിച്ച കൂലി ഉപയോഗിച്ചാണ് ജാമ്യ ചെലവ് കണ്ടെത്തിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ പലയിടത്തും സെക്യൂരിറ്റി ജോലി ഉൾപ്പെടെയുള്ള ജോലികളും ചെയ്തു. ലോറി ഡ്രൈവറായി വരെയും ജോലി ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്ത് നാട്ടിൽ വലിയ സംഘർഷാവസ്ഥയാണ് അന്ന് ഉടലെടുത്തത്. പ്രതിയെ തങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാൻ വരെ ശ്രമിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വരികയും മുളകുപൊടി ലായനി പ്രയോഗിക്കേണ്ടതായും വന്നു. ജനങ്ങൾ പോലീസിന്റെ വാഹനം തടയുകയും പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരു ചികിട്ടത്ത് അടിച്ചാൽ മറ്റേ ചികിട്ട് കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ലെന്നും വേണ്ടി വന്നാൽ ഇനിയും ആളുകളെ കൊല്ലുമെന്നായിരുന്നു കോടതിയിൽ പ്രതി വെല്ലുവിളിച്ചത്. സുധാകരന്റെ മക്കൾക്കും കുടുംബത്തിനും ഒരുപോലെ ഭീഷണിയാണെന്ന് കോടതി നിരീക്ഷിക്കാൻ ഇത് കാരണമായി. ഇയാൾ ഇനി ഒരു കാരണവശാലും ജയിലിന് പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നാണ് നാട്ടുകാരും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇയാൾ പുറത്തിറങ്ങിയാൽ ശേഷിക്കുന്നവരുടെ ജീവനും അപകടത്തിലാകും. വിചാരണ കോടതിയിൽ കെന്നത്ത് ജോർജ് എന്ന ജഡ്ജി പ്രതിക്ക് വധശിക്ഷ നൽകി നീതി നടപ്പിലാക്കിയെങ്കിലും പ്രതിഭാഗം ഇതിനെതിരെ ഉയർന്ന കോടതികളിൽ അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട്. അതിനാൽ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കാണിച്ച അതേ ജാഗ്രതയും കടുത്ത നിലപാടുകളും അപ്പീൽ ഘട്ടത്തിലും തുടരാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സൈക്കോ കൊലയാളിക്ക് ലഭിച്ച തൂക്കുകയർ ശിക്ഷ സുപ്രീം കോടതി വരെ നിലനിർത്താൻ ആവശ്യമായ ശക്തമായ നിയമപോരാട്ടം സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. കോടതി മുറിയിൽ വിചാരണ നേരിടുമ്പോഴും ജഡ്ജിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു പ്രതിയുടെ പെരുമാറ്റം. താൻ ഗാന്ധിജിയല്ലെന്നും വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നുമായിരുന്നു ഇയാൾ ജഡ്ജിയോടായി വെല്ലുവിളിച്ചത്. താൻ പുറത്തിറങ്ങിയാൽ സുധാകരന്റെ മക്കളെ വധിക്കുമെന്ന സൂചന നൽകിയ പ്രതിക്ക് സമൂഹത്തിന്റെ സുരക്ഷ മുൻനിർത്തി തൂക്കുകയറ് തന്നെ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കോടതിയിലേക്ക് ആനയിക്കപ്പെടുമ്പോഴും വിചാരണ നടപടികൾ നേരിടുമ്പോഴും തനിക്കൊന്നും സംഭവിക്കില്ലെന്ന ഭാവത്തോടെയാണ് ഇയാൾ നിന്നിരുന്നത്. കേസ് വിളിക്കുന്നതിന് മുൻപ് തന്നെ അകമ്പടി സേവിച്ച പോലീസുകാരോട് സംസാരിച്ചിരുന്നത് ആർക്കും തന്നെ ഒരു ചുക്കും ചെയ്യാനില്ലെന്ന സന്ദേശം നൽകും വിധമായിരുന്നു. വിധി കാത്തിരിക്കുമ്പോൾ പോലും അഹങ്കാരം കൈവിടാത്ത ഇയാൾ ഒരു അപൂർവ ക്രിമിനലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കോടതി വരാന്തയിലെ ഇയാളുടെ പെരുമാറ്റം. 480 പേജുള്ള കുറ്റപത്രവും 132 സാക്ഷികളെയും 30-ലധികം രേഖകളും നിരത്തിയാണ് പ്രോസിക്യൂഷൻ കുറ്റം തെളിയിച്ചത്. സാക്ഷികൾ പലരും കൂറുമാറിയെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെയും കൊടുവാൾ വാങ്ങിയ കടയുടമയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. നാടിനെ നടുക്കിയ ഈ അന്ധവിശ്വാസ കൊലപാതകത്തിന് കോടതി വധശിക്ഷ തന്നെ വിധിച്ചതോടെ നീതിപീഠത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുകയാണ്. സുധാകരനെ ലക്ഷ്മിയെ കൊന്നതുകൊണ്ട് മാത്രം ഇയാളുടെ രക്തദാഹം അടങ്ങിയിരുന്നില്ല. സ്വന്തം ഭാര്യ, മകൾ, മകളുടെ ഭർത്താവായ പോലീസുകാരൻ, ഭാര്യ, സഹോദരൻ, നാട്ടുകാരായ മറ്റു 3 സ്ത്രീകൾ എന്നിവരെ കൂടി വെട്ടിക്കൊല്ലാനായിരുന്നു ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിലെ പദ്ധതി. അത്രമാത്രം മനോനില തെറ്റിയ വൈരാഗ്യത്തോടെയാണ് ഇയാൾ അന്ന് ആയുധവുമായി ഇറങ്ങിത്തിരിച്ചത്. കേസിലെ 132 സാക്ഷികളിൽ 4 പേർ വിചാരണ വേളയിൽ കൂറുമാറിയെങ്കിലും അന്വേഷണ സംഘം സമർപ്പിച്ച 480 പേജുള്ള കൃത്യമായ കുറ്റപത്രവും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷന് വലിയ കരുത്തായി മാറി. കൊടുവാള് വാങ്ങിയ കടയുടമയുടെ മൊഴിയും മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയ രഹസ്യമൊഴികളും കേസിൽ നിർണായക തെളിവുകളായി കോടതി സ്വീകരിക്കുകയായിരുന്നു. ജയിലിൽ ചെന്താമര സഹതടവുകാരുമായി സഹകരണമോ ഇടപെടലോ ഇല്ലാതെയാണ് കഴിഞ്ഞത്. വിചാരണ വേളയിൽ പ്രതിഭാഗം വക്കീൽ ChatGPT ഉപയോഗിച്ച് തയ്യാറാക്കിയ ചോദ്യശരങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. കേസ് ഡയറിയിലെ വിവരങ്ങൾ വളച്ചൊടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിരുന്നു ChatGPT സഹായത്തോടെയുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമം. എന്നാൽ പോലീസിന്റെ പഴുതടച്ച മുന്നൊരുക്കം ഈ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ DYSP മുരളീധരൻ പറഞ്ഞു. കോടതിയിലെ വിസ്താരത്തിന് മുൻപായി പോലീസ് നടത്തിയ കൃത്യമായ ഹോംവർക്കാണ് കേസിൽ നിർണായകമായത്. 2025 ഫെബ്രുവരി 3 പാലക്കാട് DPOയിൽ വെച്ച് കേസിന്റെ മോക്ക് ട്രയൽ സംഘടിപ്പിച്ചിരുന്നു. ഈ മാതൃകാവാദത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതായി കണ്ടെത്തിയ ചോദ്യങ്ങൾക്ക് മുകളിൽ നിന്നും കോടതി വന്നിരുന്നില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആ മുന്നൊരുക്കം കേസിനെ ഏറെ സഹായിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രോസിക്യൂഷൻ വിങ് സംസ്ഥാനത്തെ തന്നെ മികച്ച പ്രോസിക്യൂഷൻ വിങ് ആണ്. അന്ന് ആ മോക്ക് ട്രയലിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കപ്പുറം മറ്റൊന്നും പ്രതിഭാഗത്തിന് കോടതിയിൽ ചോദിക്കാനുണ്ടായിരുന്നില്ലെന്ന് DYSP വ്യക്തമാക്കി. കേസ് അന്വേഷണത്തിലും വിചാരണയിലും വലിയ പ്രതിസന്ധികളും പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു. ദൃക്സാക്ഷികളെ കണ്ടെത്താനായിരുന്നു ദിവസങ്ങളോളം പോലീസ് ബുദ്ധിമുട്ടിയത്. ഒടുവിൽ കണ്ടെത്തിയ ഗിരീഷ്, പ്രതിയുടെ ജ്യേഷ്ഠൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അയൽവാസിയായ പൊന്നു എന്നിവരുൾപ്പെടെ പ്രധാനപ്പെട്ട 4 സാക്ഷികൾ വിചാരണ വേളയിൽ കോടതിയിൽ കൂറുമാറി. വിചാരണ നീണ്ടുപോയാൽ സാക്ഷികൾ കൂറുമാറാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം മുൻകൂട്ടി തന്നെ പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന സാക്ഷികളുടെയെല്ലാം രഹസ്യമൊഴികൾ മജിസ്ട്രേറ്റിന് മുൻപാകെ നേരത്തെ തന്നെ രേഖപ്പെടുത്തി.
മുൻ SP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സാക്ഷികളുടെ ഗൂഗിൾ ടൈം ലൈൻ, കൃത്യമായ ലൊക്കേഷൻ മാപ്പ്, ഗ്രിഡ് റഫറൻസ് എന്നിവ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിചാരണ വേളയിൽ സാക്ഷികളുടെ ഡിജിറ്റൽ സാന്നിധ്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും ഈ ശാസ്ത്രീയ തെളിവുകൾ പ്രോസിക്യൂഷന് കരുത്തായി. കേവലം 28 മുതൽ 29 ദിവസങ്ങൾ കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സാക്ഷികളെ കൃത്യമായി കോടതിയിലെത്തിക്കാനും സത്യം ബോധ്യപ്പെടുത്താനും കഴിഞ്ഞതാണ് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സഹായിച്ചതെന്നും DYSP മുരളീധരൻ കൂട്ടിച്ചേർത്തു. ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചെങ്കിൽ കൂടിയും ആ ശിക്ഷ തന്നെ നടപ്പിലാക്കപ്പെടുമോ എന്നത് മുന്നോട്ടുള്ള നിയമ നടപടിയെ ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി വധശിക്ഷ നടപ്പിലാക്കിയത് 1991 കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. 14 പേരെ കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ എന്ന പ്രതിയെയാണ് അന്ന് തൂക്കിലേറ്റിയത്. അതിനുശേഷം ഇതുവരെ സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ലഭ്യമായ ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം കേരളത്തിലെ വിവിധ ജയിലുകളിലായി 39 പേരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മി ഉൾപ്പെടെ 3 വനിതകളും ഈ പട്ടികയിലുണ്ട്. വിചാരണ കോടതികൾ വധശിക്ഷ വിധിച്ചാലും പ്രതികൾക്ക് ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ അപ്പീൽ നൽകാനും രാഷ്ട്രപതിക്ക് കാരുണ്യ ഹർജി സമർപ്പിക്കാനും അവസരമുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില പരിശോധിക്കും. പ്രതിയുടെ കുടുംബ സാമൂഹ്യ പശ്ചാത്തലം, ജയിലിലെ പെരുമാറ്റം, ജയിൽവാസം, സ്വഭാവത്തിലുണ്ടായ മാറ്റം തുടങ്ങിയവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കും. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. സുപ്രീം കോടതി അപ്പീൽ തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാം. വധശിക്ഷയുടെ മാനദണ്ഡം കർശനമാക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ക്രൂരതയും നോക്കി അപൂർവമായ കേസുകളിൽ മാത്രമാണ് വധശിക്ഷ നൽകാറുള്ളത്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് വധശിക്ഷ നടപ്പിലാക്കപ്പെടുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് പാർപ്പിക്കുക. പ്രതി മാനസികമായി മരണത്തിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ പ്രതിക്ക് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കണമെന്നതാണ് ചട്ടം.